നമുക്ക് നോമ്പ് തുറക്കാൻ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഓഫ് പെസ്റ്റിസൈഡ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ വിനെഗറോ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇത് ഞാൻ കുക്ക് ചെയ്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം വെള്ളത്തിൽ നമ്മുടെ ഗ്രേപ്സ് ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അത്. അതാണ് ഇതുപോലെ ഇങ്ങനെ ഐസായിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പിച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ ജ്യൂസ് നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ഗ്രേപ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്താൽ അങ്ങനെ കുടിക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഗ്രേപ്സ് നല്ല ടേസ്റ്റാണ്. നോർമലി അടിക്കുന്നതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുറച്ച് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്ന പോലെ തോന്നും നമുക്ക്, അത്രയും ക്രീമി ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോർമലി നമ്മൾ ഈ ഫ്രീസ് ചെയ്ത ഗ്രേപ്സും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബ്ലെൻഡറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ ജ്യൂസ് റെഡി. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും നമ്മുടെ ബോൾ ഗ്രേപ്സും ഈ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സൗണ്ട് അല്ലേ? എനിക്കിഷ്ടപ്പെട്ട ഭാഗം ഇതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, മറക്കണ്ട.